ക്ഷയരോഗം എന്നാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന പകർച്ചവ്യാധികളിലൊന്നാണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ തന്നെ ക്ഷയരോഗം പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. എന്നിരുന്നാലും വൃക്ക, തലച്ചോറ്, നട്ടെല്ല് എന്നീ ഇടങ്ങളിലും ക്ഷയരോഗം ബാധിക്കും. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ അണുബാധ ശരീരത്തെ ബാധിക്കുന്നത്. ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും പ്രകടമാകില്ല. എന്നാലും ചിലരിൽ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളോ പനിയോ ഉണ്ടായേക്കാം. 2ാം ഘട്ടത്തിൽ ബാക്ടീരിയ ശരീരത്തിലുണ്ടെങ്കിലും സജീവമായിരിക്കില്ല. ഈ അവസ്ഥയിൽ രോഗബാധിതർക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. അതുപോലെ രോഗം വ്യാപിപ്പിക്കുവാനും കഴിയില്ല. ഈ അവസ്ഥയെ ലേറ്റന്റ് TB എന്നും വിശേഷിപ്പിക്കാറുണ്ട്. 3ാം ഘട്ടത്തിൽ ബാക്ടീരിയ സജീവമാവുകയും അളവിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ രോഗലക്ഷണങ്ങളെല്ലാം പ്രകടമാവുകയും രോഗിക്ക് സമൂഹത്തിലേക്ക് രോഗം വ്യാപിപ്പിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. 3 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ചുമയിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടാവുക, ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, രാത്രിയിൽ അമിതമായി വിയർക്കുക, പനി, ക്ഷീണം തുടങ്ങിയവയാണ് പ്രധാനമായും ക്ഷയരോഗത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അകാരണമായ കടുത്ത നടുവേദന ഒരുപക്ഷെ നട്ടെല്ലിനെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന്റെ ലക്ഷണമായേക്കാം. ക്ഷയരോഗം വൃക്കയെ ബാധിക്കുന്ന പക്ഷം മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കണ്ടേക്കാം. തലച്ചോറിനെ ബാധിക്കുന്ന പക്ഷം ആശയക്കുഴപ്പമോ തലവേദനയോ ഉണ്ടായേക്കാം. ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാം? കുട്ടികൾക്ക് കൃത്യസമയത്ത് BCG വാക്സിനേഷൻ നൽകുക. രോഗബാധിതരായിട്ടുള്ളവർക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകുക. രോഗം സജീവമായിരിക്കുന്നവരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലിയും ശീലിക്കുക. ക്ഷയരോഗം എന്നത് ജീവന് തന്നെ ഭീഷണിയാകാവുന്ന രോഗമാണെങ്കിലും ശരിയായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. അതിനായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വിദഗ്ധ ഡോക്ടറുടെ സഹായം തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.